അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വണ്ടൂർ ജാമിയ വഹബിയ അറബിയയുടെ വജ്ര ജൂബിലി ആഘോഷത്തിൻ്റെ ഭാഗമായി നടത്തപ്പെടുന്ന 60 പ്രഭാഷണ പരമ്പരയുടെ ഇസ്ലാം ലളിതമാണ് എന്ന 2ാം പരമ്പരയുടെ 2ാമത്തെ പ്രഭാഷണമാണ് ഇത്. ഇസ്ലാമിക മതാചാരങ്ങൾ ലളിതമാണെന്നും പ്രകൃതി വിരുദ്ധമോ മാനവിക വിരുദ്ധമായ ഒരാചാരവും ഇസ്ലാമിലില്ല എന്നും കഴിഞ്ഞ പ്രഭാഷണത്തിൽ നിന്ന് നാം മനസ്സിലാക്കി. ഇസ്ലാമിലെ ആചാരങ്ങളുടെ കൂട്ടത്തിൽ ഏറെ പ്രധാനപ്പെട്ട ഒരാരാധനയാണ്, ഒരാചാരമാണ് 5 നേരത്തെ നമസ്കാരം. ബുദ്ധിയുള്ള കാലത്തോളം ഒരു വിശ്വാസിക്ക് ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരാചാരം. എല്ലാ ദിവസവും 5 നേരം നിർബന്ധമായും നിർവഹിക്കേണ്ട ഒരു കർമ്മം. അഥവാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അല്ലാഹു തആല തൻ്റെ തിരുസന്നിധിയിലേക്ക് വിളിച്ചു വരുത്തി കൊടുത്തിരിക്കുന്ന ഒരു ആചാരം. ഇന്ന സ്വലാത്ത കാനത്ത് അലൽ മുഅ്മിനീന കിതാബൻ മൗഖൂത എന്ന് ഖുർആൻ പറഞ്ഞിട്ടുള്ള കൃത്യമായി സമയം പാലിച്ചുകൊണ്ട് നിർവഹിക്കേണ്ട ഒരു കർമ്മം. ആ നമസ്കാരത്തെക്കുറിച്ച് മഹാന്മാരാകുന്ന ഇമാമുമാർ അതിഗഹനമായി കൊണ്ട് തന്നെ പഠനം നടത്തുകയും നമുക്കതിനെക്കുറിച്ച് വിവരം നൽകുകയും ചെയ്തിട്ടുണ്ട്. നമസ്കാരത്തിൻ്റെ കർമ്മങ്ങളെ ഫർദുകളെന്നും അബ്വാദു സുന്നത്തെന്നും ഐഹാത്തു സുന്നത്തുമെന്നും ഒക്കെ വേർതിരിച്ച് വകതിരിച്ച് നമ്മെ പഠിപ്പിച്ചു. ഈ ഒരു പഠനത്തിൽ നിന്ന് തന്നെ നമുക്ക് ബോധ്യപ്പെടും ആ നമസ്കാരം ലളിതമാണ് എന്നുള്ളത്. സാഹചര്യം മനസ്സിലാക്കിക്കൊണ്ട് ലളിതമായി നമസ്കരിക്കുവാനും പരിപൂർണമായ സുന്നത്തുകളൊക്കെ എടുത്ത് പരിപൂർണ രീതിയിൽ നമസ്കരിക്കുവാനുമുള്ള അവസരങ്ങൾ മതം നമുക്ക് നൽകുന്നുണ്ട്. പരിപൂർണമായ ആരോഗ്യമുള്ള എല്ലാ സാഹചര്യങ്ങളും ഒത്തിണങ്ങിയ ഒരാളുടെ നമസ്കാരമാണ് സാധാരണ നാം കാണാറുള്ള നമസ്കാരം. എന്നാൽ നിന്നുകൊണ്ട് നമസ്കരിക്കാൻ കഴിയാത്തവണ്ണം ആരോഗ്യ പ്രശ്നമുള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് ഇരുന്നു കൊണ്ട് നമസ്കരിക്കാം. ഇരിക്കാൻ സാധിക്കാത്തവർക്ക് ചെരിഞ്ഞു കിടന്ന് നമസ്കരിക്കാം. അതിന് കഴിയാത്തവർക്ക് മറന്നു കിടന്ന് നമസ്കരിക്കാം. എന്നിങ്ങനെ ഓരോരുത്തർക്കും അവൻ്റെ ആരോഗ്യസ്ഥിതിക്കനുസരിച്ച് അതിനെ ചിട്ടപ്പെടുത്താനുള്ള അവസരം ശറഅ് അവർക്ക് നൽകുകയാണ്. ഇങ്ങനെ നമ്മൾ പരിശോധിച്ച് നോക്കുമ്പോൾ സമയബന്ധിതമായി കൊണ്ട് നിർവഹിക്കേണ്ട ഈ നമസ്കാരം പലപ്പോഴും യാത്രക്കാരായ ആളുകൾക്ക് പ്രയാസമായി അനുഭവപ്പെട്ടേക്കാം. എത്ര സുന്ദരമായിട്ടാണ് ആ ഒരു പ്രയാസം തീർക്കാൻ ശറഅ് നമ്മെ പഠിപ്പിക്കുന്നത്. ഇസ്ലാം അനുവദിക്കുന്ന ഹലാലായ യാത്ര ചെയ്യുന്ന ഒരാൾക്ക് 4 റക്അത്തുള്ള നമസ്കാരത്തെ 2 റക്അത്തായി ഖസറാക്കി നമസ്കരിക്കാൻ അവസരം നൽകുകയാണ്. അതുപോലെ തന്നെ ളുഹറിനെയും അസറിനെയും പരസ്പരം മുന്തിച്ചും പിന്തിച്ചും ജമ്മാക്കാം. ഇശായിനെയും മഗ്രിബിനെയും മുന്തിച്ചും പിന്തിച്ചും ജമ്മ ചെയ്ത് നമസ്കരിക്കാൻ അവസരമുണ്ട്. യാത്രക്കാർക്ക് സമയബന്ധിതമായി നിർവഹിക്കേണ്ട ആ കർമ്മത്തെ വളരെ ലളിതമായ രീതിയിൽ നിർവഹിക്കാൻ ശറഅ് പഠിപ്പിച്ചിരിക്കുന്ന മാർഗം എത്ര സുന്ദരമാണ്. ഇതുപോലെ തന്നെയല്ലേ സാമൂഹിക ബാധ്യതയായി കൽപ്പിച്ചിരിക്കുന്ന സംഘടിത നമസ്കാരം, ജമാഅത്ത് നമസ്കാരം. ആ ജമാഅത്ത് നമസ്കാരം ഒഴിവാക്കാൻ പറ്റുന്ന കാരണങ്ങൾ ശറഅ് നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. ശക്തമായ മഴ വരുമ്പോൾ മഴയുള്ള സമയത്ത് ജമാഅത്തിന് പങ്കെടുക്കേണ്ടതില്ല. കാറ്റടിച്ച് വീശുന്ന സമയത്ത് ജമാഅത്തിന് പങ്കെടുക്കേണ്ടതില്ല. രോഗം വരുന്ന സമയത്ത് ജമാഅത്തിന് പങ്കെടുക്കേണ്ടതില്ല. അതിശക്തമായ ദാഹവും വിശപ്പുമുള്ള സമയത്ത് ആ വിശപ്പും ദാഹവും ശമിപ്പിക്കുവാനുള്ള ആഹാര സാധനങ്ങൾ അവനിക്ക് മുന്നിലെത്തിയാൽ, അതല്ലെങ്കിൽ ഇപ്പോൾ അത് വരുമെന്നുള്ള പ്രതീക്ഷ ഒരാൾക്കുണ്ടെങ്കിൽ അയാൾക്ക് ജമാഅത്തിന് പങ്കെടുക്കേണ്ടതില്ല. കഷ്ടിക്കുവാനോ മുദ്രിക്കുവാനോ ഉള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം ആ വിഷമം തീർത്തതിന് ശേഷമേ അയാൾ ജമാഅത്തിൽ പങ്കെടുക്കേണ്ടതുള്ളൂ. രോഗിയെ പരിപാലിച്ചു കൊണ്ട് കഴിയുന്നയാൾ അയാൾക്ക് ജമാഅത്തിന് പോവേണ്ടതില്ല. മരണാസന്നനായ ഒരാളെ സമീപത്ത് നിൽക്കുന്ന ഒരാൾ അയാൾ ജമാഅത്തിന് പങ്കെടുക്കേണ്ടതില്ല. നാം ഈ കാരണങ്ങൾ ഓരോന്നും പരിശോധിക്കുമ്പോൾ മാനുഷികമായ നമ്മുടെ ജീവിത സാഹചര്യങ്ങളിൽ മാറി 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 വരുന്ന ഈ കാരണങ്ങളൊക്കെ വരുമ്പോൾ അവിടെയൊക്കെ ജമാഅത്തിന് ഇളവ് നമുക്ക് നൽകിയിരിക്കുകയാണ്. അതുപോലെ തന്നെയല്ലേ നമ്മുടെ സ്ത്രീകൾ മാസാന്തം അവർക്ക് ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ആർത്തവ സമയത്ത് അവർക്ക് നമസ്കാരം തീർത്തും ഒഴിവാക്കാനുള്ള അവസരം ശറഅ് നൽകുകയാണ്. ആ ഒഴിവാക്കിയിരിക്കുന്ന നമസ്കാരം അവർ മടക്കി ഖളാ വിട്ടുക പോലും വേണ്ടതില്ല. ഒന്നാലോചിച്ചു നോക്കൂ നിങ്ങൾ. അവരാ പ്രകൃതിക്കനുസരിച്ച് അതൊരു വിഷമമായി കണ്ടുകൊണ്ട് ആ സമയത്തുള്ള നമസ്കാരം വേണ്ടെന്ന് വെച്ചിരിക്കുന്നു ശറഅ്. ഇങ്ങനെ നമ്മുടെ സാഹചര്യങ്ങൾക്ക് അനുയോജ്യമായ രീതിയിൽ വളരെ ലളിതമായി കൊണ്ട്
നമസ്കാരം കൃത്യമായി നമസ്കരിക്കുവാനുള്ള എല്ലാ സാഹചര്യങ്ങളും പരിശുദ്ധമായ ശറഅ് മതം നമുക്ക് നൽകുന്നുണ്ട്. അതുകൊണ്ട് ആ നമസ്കാരത്തെ കൃത്യമായി നമസ്കരിക്കാൻ നാം ഓരോരുത്തരും തയ്യാറാവണം. അല്ലാഹു തആല നമുക്കതിന് അവസരവും തൗഫീഖും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.